ലൈഫിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് തോക്കുന്ന കണ്ടിട്ട് സന്തോഷമായത്. ഇന്നലത്തെ മാച്ച് സൗത്ത് ആഫ്രിക്കനോട് തോറ്റ് തുന്നം പാടിയപ്പോൾ സത്യമായിട്ട് സന്തോഷമായി. സത്യമായിട്ട് എന്തായിരുന്നു അഹങ്കാരം പ്രസ് കോൺഫറൻസിൽ ഇന്നലെ. എന്റെ ടീമി ഇന്ത്യന്റെ ക്യാപ്റ്റനായിട്ട് അവിടെ ഇരിക്കുകയാണ് സൂര്യകുമാർ യാദവ്. ഇങ്ങനെ ചോദിക്കുകയാണ് സഞ്ജുവിന്റെ കാര്യം എന്താണ്, സഞ്ജുവിനെ ഇറക്കാൻ പറ്റും. നമുക്ക് കിടന്ന് ചിരിക്കണം. അഭിഷേകിന്റെ സ്ഥലത്ത് ഇറക്കുമോ, ശ്രീലേഖിന്റെ സ്ഥലത്ത് ഇരിക്കും. എന്ത് തേങ്ങ മരുന്നിട്ട് ഉണ്ടാക്കിയത്. ഇഷാനൊക്കെ കുഴപ്പമില്ലാതെ ഫോമിലായിരുന്നല്ലോ. ഫോമിലായിരുന്നു, ഇതിലില്ലല്ലോ. ഇഷാൻ 0 സ്കോർ ചെയ്തത്. ഇഷാൻ സ്കോർ ചെയ്തില്ല. തിലക് 0. കാരണം അതിപ്പോൾ ആൾക്കാർ എപ്പോഴും പറഞ്ഞു. ഞാൻ എൻ്റെ ഇത് പറഞ്ഞുതരാം. ഇഷാൻ കിഷൻ ഇപ്പം സഞ്ജുവിനേക്കാളും ഡിസേർവിംഗ് ആണെന്ന് എല്ലാവരും പറയും. മനസ്സിലായില്ലേ? സഞ്ജുവിനേക്കാളും ഫോം ഉണ്ട്, കൺസിസ്റ്റൻസി ഉണ്ടെന്ന്. സഞ്ജു ഇതിനേക്കാളും ഡിസേർവിംഗ് ആയ ടൈം ഉണ്ടായി. അന്ന് സഞ്ജുവിനെ ഒരു ടീമിൽ എടുത്തില്ലല്ലോ. സഞ്ജുവിന്റെ ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള സമയത്ത് ഏറ്റവും ഫോമായുള്ള ടൈം ഉണ്ടായി. എന്നാൽ ആ സമയത്തൊന്നും സഞ്ജുവിന് ഒരു ടീമിൽ കറക്റ്റ് കൺസിസ്റ്റൻസ് ആയിട്ട് സഞ്ജുവിന് ചാൻസ് കൊടുത്തില്ല. മനസ്സിലായില്ലേ? സഞ്ജുവിന് എപ്പോഴും ഇവർ എക്സ്പെരിമെന്റ് അങ്ങോട്ടിറക്കി ഇങ്ങോട്ടിറക്കി ടീമിൽ നിന്ന് പുറത്താക്കി. സഞ്ജുവിന് കൺസിസ്റ്റൻസി ഇല്ലാന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് ചാൻസ് കിട്ടുന്നില്ല സഞ്ജുവിന്. മനസ്സിലായില്ലേ? അതാണ് മെയിൻ കാരണം. ഓക്കെ, ഇപ്പം കഴിഞ്ഞ കളിയിൽ അത്രയേ ഉള്ളൂ. പുള്ളി ഫോം പോയത് ഇപ്പം ഒരു ക്രൂഷ്യൽ ചാൻസിലാന്നിരിക്കാം. പക്ഷെ സഞ്ജുവിന് ഇവര് പണ്ടുതൊട്ടേ സഞ്ജു അന്നോട്ടേ ചാൻസ് കൊടുത്തിരുന്നെങ്കിൽ ആലോചിച്ചോക്ക്. ഇപ്പോഴത്തേക്ക് ഈ കാര്യങ്ങൾ പറയുന്ന രീതിയിലേക്ക് ഒന്നും എത്തില്ലായിരുന്നു. കറക്റ്റ് ആള് കളിച്ച് കൂടുതൽ മാച്ച് കളിക്കുന്നതനുസരിച്ച് കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടില്ലായിരുന്നോ? അത് സഞ്ജു സാംസണാണല്ലോ കണ്ണാ. സഞ്ജു ശർമ്മയും സഞ്ജു ഇതൊന്നും അല്ലല്ലോ, സിംഗും തേങ്ങന്നല്ലല്ലോ. ഒരു ഗോഡ് ഫാദർ ഇല്ലല്ലോ. പുഷ് ചെയ്യാനും ആരുമില്ല. ആൾക്കാർ നമ്മൾ പറയണൊക്കെ പുല്ല് മൊത്തം ഈ BCCI മൊത്തം രാഷ്ട്രീയക്കാരുടെ കയ്യിലുമല്ലോ. മുംബൈ ലോബി മറ്റേ ഡൽഹി ലോബിന്റെ കയ്യിലുമാണ്. ഇത്രയും മാച്ച് കളിച്ചിട്ട് അഭിഷേകിനെക്കാളും മൊത്തം ടോട്ടൽ സ്കോർ സഞ്ജുവിനുണ്ട്. മനസ്സിലായില്ലേ? അഭിഷേക് തേങ്ങത്തിയിലേക്ക് ഇവനെന്തൊരു അഹങ്കാരം. ഒരു ക്യാപ്റ്റനാണ്. പ്രസ് കോൺഫറൻസിൽ ചോദിക്കാണ് എന്താണെന്ന് ആൾക്കാർ ഇവനാണ് ഇന്ത്യയുടെ നയിക്കണത്. സത്യമായിട്ട് തോറ്റപ്പോ സത്യമായിട്ട് സന്തോഷം. അതിങ്ങനെ എന്താണ്, അതെ നാണം കിട്ടു തോറ്റിട്ട് നല്ല സന്തോഷമായി. അതെ, എന്താ അഹങ്കാരം. ചിരിക്കുന്നു. സഞ്ജുവിന് ചോദിക്കുമ്പോ അഭിഷേകിന്റെ സ്ഥാനത്ത് എടുക്കുവോ, തിലക് എന്താണ് ആ ഒരു ചാൻസിൽ തിലകിന് ശരിക്കും തിലകിന് ഒഴിവാക്കിയിട്ട് അവിടെ സഞ്ജുവിന് ഇട്ടാൽ മതി. തേർഡ് പൊസിഷനിൽ കറക്റ്റായിട്ട് കളിക്കും. ഓപ്പണറായിട്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ഓപ്പണറായിട്ട് തന്നെ സഞ്ജുവിന് കളിക്കാൻ പറ്റും. നമ്മൾ മലയാളികളായതുകൊണ്ട് മാത്രം പറയണത് നല്ലത്. ഒരു സഞ്ജു നല്ല കളിക്കാരൻ തന്നെയാണ്. കളി തോറ്റപ്പോ ആളെ കണ്ടേയില്ല. അതാണ് ഒരു ട്രൂ ലീഡറും ഇങ്ങനത്തെ എന്താണ് പ്രഹസനം നടത്തുന്ന ആൾക്കാരെ നമ്മളുടെ വ്യത്യാസം. എന്തായിരുന്നു അഹങ്കാരം. പ്രസ് കോൺഫറൻസിന് മുന്നേ കളി തോറ്റപ്പോ കാണാനേ ഇല്ലല്ലോ. നമ്മള് വിരാട് കോഹ്ലി കഥ ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ തോറ്റപ്പോ ആയിക്കോട്ടെ, പാകിസ്ഥാനോട് തോറ്റപ്പോഴായിക്കോട്ടെ, ഒക്കെ ആളാണ് വന്ന് പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്തത്. ഇതിനു മുന്നേ ചിരിയും കളിയും ഭയങ്കര അഹങ്കാരം. തോറ്റപ്പോ കാണാനില്ല. അസിസ്റ്റന്റ് കോച്ച് വന്നാണ് പിന്നെ പ്രസ് കോൺഫറൻസ് അറ്റൻഡ് ചെയ്തത്.